വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ഇത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. നമുക്ക് ഇന്നലെ, അതായത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ, നല്ലൊരു മുകളിൽ നിന്ന് താഴോട്ടുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, 200 പോയിൻറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടും, 200 പോയിൻറ്റിൻ്റെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്താൽ നല്ലൊരു മൂവ് കിട്ടും എന്ന് ടെലഗ്രാം ചാനലിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഫീച്ചറാണ്, ഓക്കെ. സോ ഇത് നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് റേഞ്ച് നമുക്ക് രാവിലെ ഹൈ ടു ലോ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, ഇവിടെ ഇതാണ് ഹൈ, ഡേ ഹൈ 54,588 അവിടെ. സോ ഒരു 200 പോയിൻറ്റ് നമുക്ക് താഴോട്ട് കാൽക്കുലേറ്റ് ചെയ്ത്, 200 പോയിൻറ്റിൻ്റെ താഴോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് എത്ര വരുന്നത്, 54,390 അവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് 200 പോയിൻറ്റിൻ്റെ അവിടെ വരുന്നത്. സോ 200 പോയിൻറ്റിൻ്റെ അവിടെ ബ്രേക്ക് ഔട്ട് താഴോട്ട് കിട്ടുകയും അതിനുശേഷം നല്ലൊരു നമുക്ക് നല്ലൊരു താഴോട്ടുള്ള ട്രേഡിംഗ്, അതായത് ഒരു 200-230 പോയിൻറ്റ് കൂടുതലായിട്ട് താഴോട്ട് വീഴുകയുമാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചെയ്തത്. സോ നമ്മൾ ഡെയിലി ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് എത്ര പേര് എടുക്കുന്നുണ്ട് എനിക്കറിയത്തില്ല, പക്ഷേ എടുത്താൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രോഫിറ്റുകൾ യൂസ് ചെയ്യാം. ഇമോഷൻ കൺട്രോൾ ചെയ്യുക, 1-2 ട്രേഡുകൾ മാത്രം എടുത്ത് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വീക്ക്ലി WS1 എന്ന് പറഞ്ഞാൽ വീക്ക്ലി സപ്പോർട്ട് 1. ഇപ്പോൾ നമുക്ക് വീക്ക്ലി സപ്പോർട്ട് 2 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് 3 53,800 കിടക്കുന്നത്. സോ ഫ്ലാറ്റ് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഒരു സൈഡ് വേസിലായിട്ട് പോകും, ബാലൻസ് മോഡിലായിട്ട് പോകും, ഓക്കെ. ഇന്ന് 54,000 54,050 എന്ന് പറഞ്ഞൊരു ലെവലിൻ്റെ അവിടെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്ലോസ് റീടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം, ചെറിയൊരു സ്കാൽപ്പിംഗ്. എങ്കിലും ഈ റേഞ്ച് നോക്കുക, അതായത് 54,300 54,000 ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓപ്പൺ ആയാൽ ഇന്ന് നമുക്ക് ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാം, 1 മണിക്കൂർ, ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം ഇന്നൊരു സൈഡ് വേസിലോട്ട് പോകും എന്നുള്ളത്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഇത് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ WS വീക്ക്ലി സപ്പോർട്ട് വീണ്ടും സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അല്ല, താഴെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, 54,000 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ 54,000 റീടെസ്റ്റ് ചെയ്യുകയും വീണ്ടും WS വീക്ക്ലി സപ്പോർട്ട് 3 ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ബാലൻസ് മോഡ് പ്രതീക്ഷിക്കാം. വാച്ച് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഒരു സെക്കൻഡ്. പിന്നെ ഇതിനകത്ത് ഡിസ്കോഡ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറും ബാങ്ക് നിഫ്റ്റി സ്പോട്ടും നമ്മൾ എപ്പോഴും രാവിലെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കണം. രണ്ടും ട്രേഡ് ചെയ്യുന്നത് ഒരേ രീതിയിലാണോ എന്നുള്ളത്. കാര്യത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റി സ്പോട്ട് പ്രീവിയസ് ഡേ ക്ലോസിന് അകത്തായിരിക്കും, താഴെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പം ഇത് ഓപ്ഷൻ സെല്ലറിനുള്ള ഒരു നല്ലൊരു സമയമാണ്. ഈ ടൈം ഡീക്കെ ഇഷ്ടം പോലെ എടുക്കും. കാര്യത്തിൽ ഒരാൾ ഫ്യൂച്ചർ മുകളിലോട്ട് പോകാൻ ശ്രമിക്കും, സ്പോട്ട് താഴോട്ട് വലിക്കും, സ്പോട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കും, ഫ്യൂച്ചർ താഴോട്ട് വലിക്കും. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാത്രമേ, അതായത് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ വന്നാൽ മാത്രമേ എന്താ പറയുക, ഈ പ്രീമിയം മെൽട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ പ്രീമിയം മെൽട്ട് ആവില്ല. ഓപ്ഷൻ്റെ പ്രീമിയം നല്ല രീതിയിൽ നമുക്ക് കരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 300 രൂപ ഉള്ള ഒരു പ്രീമിയം 0 കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നടക്കില്ല. അപ്പോൾ ഇതിന് അവർ ചെയ്യുന്ന വിദ്യ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹയർ ടൈം ഫ്രെയിം ചെയ്യുന്ന വിദ്യ എന്ന് വെച്ചാൽ, ഇങ്ങനെ സ്പോട്ടിനും ഫ്യൂച്ചറിനുള്ള വ്യത്യാസങ്ങൾ അവർ കൊടുക്കും. കാര്യത്തിൽ സ്പോട്ട് നമ്മളെങ്ങനെയാണ്, ഹെഡ്ജിങ് പർപ്പസ് അല്ലേ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ട് ഏതെങ്കിലും ഷെയറിൽ വാങ്ങിച്ചിട്ട് അതിനകത്ത് മാക്സിമം ഇൻപുട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ ഫ്യൂച്ചറിലിരുന്ന് കളിക്കും. അപ്പോൾ എന്താ പറ്റുക, ഈ ഓപ്ഷൻ പ്രീമിയം മെൽട്ട് ആവും. ഇതാണ് അതിൻ്റെ ലോജിക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. രണ്ടും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആ ദിവസങ്ങളിൽ കിട്ടും. സോ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ്, വിജയിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.